ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നില്ലേ നമ്മളൊരു അടിപൊളി ചിക്കൻ റോൾ റെസിപ്പിയാണ്. അപ്പൊ ചിക്കൻ റോൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ റോൾ ഇതിപ്പോ നമ്മളെല്ലാരും ഉണ്ടാക്കുന്നതല്ലേ. പക്ഷെ അതുപോലല്ല, നല്ല വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ടേസ്റ്റ് വ്യത്യാസമാണ്. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട. അപ്പോൾ ചിക്കൻ എഗ് റോൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടോ, ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, ചീസ് ഉണ്ട്, എല്ലാം കൂടി അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ഒന്ന് മതി കേട്ടോ കഴിക്കാന്. കണ്ടോ, അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ സ്പെഷ്യൽ റോൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം ഒരു മാവ് ഉണ്ടാക്കണം. അതിനിതാ ഞാൻ 1 കപ്പ് മൈദ ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 കപ്പ് ആട്ടയുടെ ചേർത്ത് കൊടുക്കണേ. ഇപ്പൊ മൈദ മാത്രം എടുക്കാം. അപ്പൊ ഇതാ ടോട്ടൽ 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തുണ്ടാവും കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് തൈരാട്ടോ, പുളി ഇല്ലാത്ത തൈരാണ്. ഇത് ചേർത്താൽ നല്ല നമ്മള് ആ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഫ്ലഫിയും ഒക്കെ ആയിരിക്കും കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ മാവിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു 3/4 കപ്പ് നമ്മളെ നോർമൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. കൂടെ നമുക്ക് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം. ഒന്ന് കുഴച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇതാ ഞാനിതാ ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് ഒന്നൊന്ന് കൂട്ടി വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിലേക്കില്ലേ ഇതാ 2 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കട്ടെ. ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചു. കണ്ടോ, കയ്യിലൊട്ടുന്നേ ഇല്ല. ഈ രൂപത്തിൽ കുഴച്ചെടുക്കട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇത്തിരി നേരം അടിച്ചു വെക്കാം. ഇത്തിരി ഓയിൽ മേലെ തടവി കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചേക്കാം. ആ അടിച്ചേക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതാ നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 300 ഗ്രാം ചിക്കൻ, അതൊക്കെ നിങ്ങൾ അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. 250-300 ഗ്രാം ഒക്കെ മതി. ഇപ്പൊ ഞാൻ എല്ലില്ലാതെ മുറിച്ചെടുത്തതാട്ടോ. അതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കണ്ടോ, ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു 1/2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര്, ലെമൺ ജ്യൂസ് 1/2 ടേബിൾ സ്പൂൺ മതിയേ. ഒരു ഉപ്പും ചെറുനാരങ്ങ നീരും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയാണ്, രണ്ടും കൂടെ 1/2 ടേബിൾ സ്പൂണേ ഉള്ളേ, അത് ചേർത്ത് കൊടുക്കേ. പിന്നെ 1 ടീസ്പൂണ് നമ്മൾ മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് നമ്മളെ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ഗരം മസാല. ഇത് നമ്മളെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ, എല്ലാ മസാലപ്പൊടികളിലേക്കും. ഇനി ഇതാ ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നല്ലോണം ചൂടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചിക്കനില്ലേ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേ. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ആദ്യം കുറച്ചൊരു നല്ല തീയിൽ വെക്കുക കേട്ടോ. ഇതാ നമ്മളൊന്ന് തീ നല്ല ഫ്ലെയിമിൽ വെച്ചോണ്ടേ ചിക്കൻ ഇങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് അപ്പൊ ഇനി ഈ വെള്ളത്തിൽ കിടന്നങ്ങ് ചിക്കൻ വെന്തോളും. ചെറുതായിട്ട് മുറിച്ചിട്ടോണ്ടേ പെട്ടെന്ന് വേവും ചെയ്യും. അപ്പൊ വേവുന്ന സമയത്ത് ഞാൻ ഇത്തിരി കരിവേപ്പിലയും ചേർത്ത് കൊടുക്കണ്ടേ. അപ്പൊ നല്ലൊരു ഇതായിരിക്കും. ആ കരിവേപ്പിലേൻ്റെ ഇതൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ടേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇനി ചെറിയ തീയിലേക്ക് മാറ്റണേ. വളരെ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് നോക്കുകയും ചെയ്യാം. വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 1/2 ഉള്ളിയാണ്, സവാള, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞുണ്ട്, പിന്നെ തക്കാളി കുരു കളഞ്ഞുണ്ട് കേട്ടോ. ഇത് 3 കൂടെ ചേർത്ത് എടുത്തിട്ട് ഒന്ന് ഈ ചിക്കൻ്റെ കൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി മല്ലിയിലയൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ്. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കണം. നമ്മളെ ചിക്കൻ എഗ് റോൾ അല്ലേ. അപ്പോൾ അതാ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് സാധാ ഓംലെറ്റ് ഉണ്ടാവും, ഇത്തിരി ഉപ്പ്, ഒരു നുള്ള് നമ്മൾ മുളകാട്ടോ, ചതച്ച മുളക്, കുരുമുളക് ഇട്ടാലും മതി കേട്ടോ, എന്തെങ്കിലും അത് ഇത്തിരി എരിവിന്. എന്നിട്ട് നമുക്കത് സാധാ ഓംലെറ്റ് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ ഒരു റോളിന് ഒരു ഓംലെറ്റ്. ഞാനൊരു ചെറിയ ഫ്രൈ പാൻ വെച്ച് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി. ഇതാ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആട്ടോ. ഇതുപോലെ നമുക്ക് എത്ര എണ്ണാണോ നമ്മൾ റോൾ ഉണ്ടാക്കുന്നത് അത്രയും ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണേ. ഇപ്പൊ ഇതാ നമ്മള് നേരത്തെ എടുത്ത് വെച്ചില്ലേ മാവ്, അതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് ബോൾസ് ആക്കി വെക്കട്ടെ. ഇനി നമുക്കില്ലേ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ എന്താ ഇട്ടിട്ട് പരത്തിയെടുക്കട്ടോ. ചപ്പാത്തിന്റെ ഒക്കെ ഒരു രൂപത്തിൽ തന്നെ അത് നമുക്ക് പരത്തിയെടുക്കാം. എന്താ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമ്മളെ ചപ്പാത്തിന്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഓംലെറ്റ് ഇല്ലേ അത് വെച്ചു കൊടുക്കണ്ടേ. ഇനി എന്നിട്ട് ഇതിന്റെ മേലേക്ക് ഒരു സൈഡിലേക്ക് നമ്മളെ ചിക്കനില്ലേ മിക്സ് അത് വെച്ചു കൊടുക്കണ്ടേ. ഇതാ സൈഡിലേക്ക് അങ്ങനെ നീളത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കുന്ന രൂപത്തിൽ. ഇനി ഞാൻ എന്താ ഈ ചിക്കൻ്റെ മേലേക്ക് ഒരു ചീസിന്റെ സ്ലൈസ് വെച്ചെടുക്കുകയാണേ. ഇത് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചീസ് ഇട്ടാല്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് റോൾ ചെയ്യാം. ഇത് രണ്ട് സൈഡിൽ നിന്ന് ആദ്യം ഒന്നും ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് ആക്കിയൊക്കെ എന്നിട്ട് എന്നിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് നല്ല ടൈറ്റിൽ റോൾ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് ഇവിടെ തന്നെ ഇട്ടിട്ട് ഒന്നൊന്നങ്ങ് റോൾ ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് ഒട്ടിക്കോളൂ. കണ്ടോ, ഇവിടെ ഒട്ടിക്കിട്ടും. അഥവേ ഒട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, നമ്മളെ റോള് റെഡി ആയിക്കിടാം. ഇനി ഇതാ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മുങ്ങിയൊന്നും നിൽക്കുന്നില്ല, എന്നാലും അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ ഞാൻ ഇവിടെ ഒക്കെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. കണ്ടോ, നന്നായി ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഒന്ന് പൊരിച്ച് ഉള്ളിലൊക്കെ വെന്തല്ലേ, പുറമുള്ള ആ മൈദ നമ്മളെ ആട്ടന്റെ ആ ഒരു പുറം ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയാൽ മതിയേ. ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നല്ല ചൂടാവരുത് കേട്ടോ, നല്ല തീ കൂടി പോയാൽ എന്താ പറയാ കരിഞ്ഞു പെട്ടെന്ന്. രണ്ടെണ്ണക്കുണ്ട് ഒരേ ടൈമിൽ. അങ്ങനെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ടത് പൊരിച്ചു പോരാം. ഇതാ ഇനി നമുക്ക് അടുത്തതും ആവുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഒരു ഓട്ടപാത്രത്തിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റി വെക്കട്ടെ. ഇതാ നമ്മളെ രണ്ട് റോളും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കളറായിട്ട് പെട്ടെന്നാവും. എണ്ണ ഒന്നും തീരെ കുടിച്ചിട്ടില്ല, കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുക്കട്ടോ. ഇനി ഞാൻ ബാക്കി കൂടി പൊരിച്ചെടുക്കട്ടെ. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡിയാണ്. സ്പെഷ്യൽ ചിക്കൻ റോൾ ഇവിടെ റെഡിയാണ്. അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരേ. ഇത് കണ്ടോ, ചിക്കന്, ചീസ്, എഗ്ഗ്, എന്ത് ഭംഗിയാ കാണാനും അതുപോലെ ടേസ്റ്റ് ആട്ടോ കഴിക്കാനും. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.